ഫെബ്രുവരി 12 എബ്രഹാം ലിങ്കൻ ജന്മദിനം. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻറ്റും അമേരിക്കയിൽ അടിമസമ്പ്രദായം നിർത്തലാക്കിയ ഏറ്റവും മഹാനായ പ്രസിഡൻറ്റുമായ എബ്രഹാം ലിങ്കൻ 1809 ഫെബ്രുവരി 12 ജനിച്ചു. ദരിദ്രരും നിരക്ഷരരുമായ മാതാപിതാക്കളുടെ മകനായി പിറന്ന എബ്രഹാം ലിങ്കൻ്റെ ജീവിതം ഏറെ ക്ലേശകരമായിരുന്നു. 23-ാം വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. ക്രമേണ ഉയർന്നുയർന്ന് വലിയ രാഷ്ട്രതന്ത്രജ്ഞനായി മാറി. ഔപചാരിക വിദ്യാഭ്യാസം കുറവായിരുന്ന ലിങ്കൻ പിന്നീട് സ്വയം പഠിച്ച് അഭിഭാഷകനുമായി. 1834 ഇലിനോയ് സംസ്ഥാനത്തിലെ ജനപ്രതിനിധി സഭയിൽ അംഗമായി. 1860 51-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡൻ്റായി. 1863 അടിമ സമ്പ്രദായം നിരോധിച്ച് പ്രഖ്യാപനം നടത്തി. 1865 ഏപ്രിൽ 15 വാഷിങ്ടണിലെ തിയേറ്ററിൽ നാടകം കണ്ടുകൊണ്ടിരിക്കെ ജോൺ വിൽക്സ് ബൂത്ത് എന്ന ഘാതകൻ്റെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. ചാൾസ് ഡാർവിൻ ജന്മദിനം. ലോകത്തിൻ്റെ നാളതുവരെ ഉണ്ടായിട്ടുള്ള ചിന്താമണ്ഡലത്തെ മാറ്റിമറിച്ച പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിൻ 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലെ ഷ്രൂബറി ഗ്രാമത്തിൽ ജനിച്ചു. ആദ്യം വൈദ്യശാസ്ത്രവും പിന്നീട് ദൈവശാസ്ത്രവും പഠിക്കാൻ മുതിർന്നെങ്കിലും ഒടുവിൽ ഭൂമിശാസ്ത്രവും പ്രകൃതിശാസ്ത്രവും പഠിച്ച് മഹത്തായ കണ്ടെത്തലുകൾ നടത്തി. സൂക്ഷ്മ ജീവിരൂപത്തിൽ നിന്ന് ആരംഭിച്ച വിവിധ ജീവജാലങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ മനുഷ്യനിൽ എത്തി നിൽക്കുന്ന ജീവപരിണാമ സിദ്ധാന്തത്തെ അദ്ദേഹം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ ആവിഷ്കരിച്ചു. 1859 നവംബർ 24 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ശാസ്ത്രലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ജീവശാസ്ത്ര രംഗത്തെ ഏറ്റവും പ്രധാന കൃതികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 1882 ഏപ്രിൽ 19 ഡാർവിൻ അന്തരിച്ചു. വി.ടി. ഭട്ടതിരിപ്പാട് ചരമദിനം. കേരളത്തിലെ നവോത്ഥാന നായകരിലൊരാളും സാഹിത്യകാരനുമായ വെള്ളിത്തുരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി.ടി. ഭട്ടതിരിപ്പാട് 1982 ഫെബ്രുവരി 12 അന്തരിച്ചു. 1896 മാർച്ച് 26 പൊന്നാനി താലൂക്കിൽ മേഴത്തൂർ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കും സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥകൾക്കുമെതിരെ ശക്തമായി പോരാടി. നമ്പൂതിരി സ്ത്രീകളുടെ ദുരവസ്ഥകൾ തുറന്നുകാട്ടിയ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വിഖ്യാത നാടകം സമുദായത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാനിടയാക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയും ഏറെ ശ്രദ്ധേയമായി.